നമസ്തേ. ഇന്ന് നമ്മൾ രസമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്, JLT സിലബസിലുണ്ട് രസം പഠിക്കാൻ. അപ്പോൾ രസവും സ്ഥായീഭാവവും പഠിക്കണം കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻസിൽ കണ്ടു വരുന്നത്, കണ്ടിട്ടുള്ളതും അത് തന്നെയാണ്. രസം തന്നിട്ട് സ്ഥായീഭാവ് ചോദിക്കും, സ്ഥായീഭാവ് തന്നിട്ട് രസം ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ രസങ്ങളുടെ സ്ഥായീഭാവങ്ങളും പഠിക്കുക. ഇന്നത്തെ വീഡിയോയിൽ അതാണ്, വൈഡായിട്ടില്ല, ഷോർട്ടായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ രസസമ്പ്രദായത്തിൻ്റെ പ്രവർത്തകൻ ആരാണ്? ഭരതമുനിയാണ്. ഭരതമുനിയുടെ രചന ഏതാണ്? നാട്യശാസ്ത്രം. അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. പിന്നെ രസനിഷ്പത്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? വിഭാവാനുഭാവ് വ്യഭിചാരി സംയോഗാദ്രസ് നിഷ്പത്തി. എന്താണ് പറഞ്ഞത്? വിഭാവാനുഭാവ് വ്യഭിചാരി സംയോഗാദ്രസ് നിഷ്പത്തി. ഈ വരികൾ ആരുടേതാണ്? ഇത് भरतमुनि പറഞ്ഞിട്ടുള്ളതാണ്. അതായത് विभाव अनुभाव तथा व्यभिचारी भाव के संयोग से रस की निष्पत्ति होती है. इस प्रकार वाक्य काव्य पढ़ने सुनने या अभिनय देखने पर विभाव आदि के संयोग से उत्पन्न होने वाला आनंद ही रस है. അതായത് നമ്മളൊരു മൂവി കാണുകയാണെങ്കിൽ, എക്സാമ്പിളായി പറയുകയാണ്, ഒരു മൂവി കാണുകയാണെങ്കിൽ അതിലെ ഓരോ ദൃശ്യവും ഓരോ സീൻസും റൊമാൻറ്റിക്കും പാട്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ എന്താ പറയണേ, നമുക്ക് തോന്നുന്ന ഒരു വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു വികാരങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദമാണ് രസമെന്നാണ് ഭരതമുനി പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ഭരതമുനിയാണ്, പ്രത്യേകം ഓർക്കണം കേട്ടോ. അപ്പോൾ രസനിഷ്പത്തി എന്ന് പറയുന്നത് എന്താണ്? വിഭാവുണ്ട്, അനുഭാവുണ്ട്, വ്യഭിചാരി സംയോഗാദ്രസ് നിഷ്പത്തി. അതിലെല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ആചാര്യ വിശ്വനാഥ് എന്താണ് പറഞ്ഞത്? വാക്യം രസാത്മകം കാവ്യം. അതായത് രസസേ യുക്ത വാക്യ കാവ്യ. രസം നിറഞ്ഞ വാക്യമാണ് കാവ്യം എന്ന് പറഞ്ഞത് ആചാര്യ വിശ്വനാഥനാണ്. പിന്നെ രസ് കോ കാവ്യക്ക് ആത്മാക്കി സജ്ഞ സർവപ്രഥം ആചാര്യ വിശ്വനാഥനെ ഹി ദിയ. അതായത് രസത്തിന് കാവ്യക്ക് ആത്മാ എന്ന് ആദ്യം പറഞ്ഞത് ആചാര്യ വിശ്വനാഥനാണ് എന്നും പ്രത്യേകം ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഭരതമുനിയുടെ അഭിപ്രായത്തിൽ രസം കി സംഖ്യ 8 രസ 8ആണ്. ഭരതമുനിയുടെ അഭിപ്രായത്തിൽ രസം എത്രയാണ്? 8ആണ്. പക്ഷേങ്കിൽ ആചാര്യ മമ്മട്ടും ആചാര്യ വിശ്വനാഥും എന്തായി? 9ാമത്തെ രസം എന്ന രൂപത്തിൽ രസത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെയാണ് രസത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 9 നവരസം എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഭരതമുനിയുടെ അഭിപ്രായത്തിൽ 8 രസങ്ങളാണ്. അദ്ദേഹം ശാന്തരസത്തെ ആ രസങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയില്ല. പിന്നെ ആരാണ് ഉൾപ്പെടുത്തിയത്? ആചാര്യ മമ്മട്ടും ആചാര്യ വിശ്വനാഥനുമാണ് 9ാമത്തെ രസത്തിൻ്റെ രൂപത്തിൽ രസത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെയാണ് നവരസ് ആയത്. ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കും, രസം കി സംഖ്യ കിത്തനി എന്ന് ചോദ്യം വന്നാൽ നമ്മൾ ഓപ്ഷൻസിൽ 8 തരും, 9 തരും, 11 തരും. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 9ആണ് കേട്ടോ. ഈ ഒരു സ്റ്റോറി പ്രത്യേകം ഓർമ്മ വേണം. 9ആണ് രസം കി സംഖ്യ. അത് 11 ആയത് എങ്ങനെയാണ്? വർത്തമാനമേ രസം കി സംഖ്യ 11. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ രസത്തിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് 11ആണ്. അതിൽ ഏതാണ്? വാത്സല്യ രസവും ഭഗവത് വിഷേക, അതായത് ഭക്തി രസവും കൂടി ചേർന്നാണ് 11 രസമായത്. 10ാമത്തെ രസത്തിൻ്റെ രൂപത്തിൽ വാത്സല്യം, 11ാമത്തെ രസത്തിൻ്റെ രൂപത്തിൽ ഭക്തിയുമാണ് വന്നിട്ടുള്ളത്. അത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് രസം പഠിക്കുമ്പോൾ രസത്തിൻ്റെ 4 അങ്ക് പഠിക്കാനുണ്ട്. അതായത് 4 ഈ അങ്ക് കൂടിച്ചേർന്നതാണ് രസം എന്ന് പറയുന്നത്. 4 അവയവങ്ങൾ അല്ലെങ്കിൽ 4 കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ് രസം. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്ഥായീഭാവ്, പിന്നെ അനുഭാവ്, 3rd വൺ വിഭാവ്, 4th വൺ സഞ്ചാരീഭാവ്. അതായത് സ്ഥായീഭാവ്, അനുഭാവ്, വിഭാവ്, സഞ്ചാരീഭാവ്, ഈ 4 കാര്യങ്ങളും കൂടിച്ചേർന്നതാണ് രസ് എന്ന് പറയുന്നത്. ഇവയൊക്കെ എന്താണ് അറിയപ്പെടുന്നത്? രസ് കെ അങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്ഥായീഭാവ്, അനുഭാവ്, വിഭാവ്, സഞ്ചാരീഭാവ്. ഓക്കെ. സ്ഥായീഭാവം എന്ന് പറയുന്നത് പ്രധാന രസമാണ്, അല്ലെങ്കിൽ എന്താണ്, പ്രധാന ഭാവത്തെയാണ് സ്ഥായീഭാവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 8 രസങ്ങളും 8 രസമല്ല 11 രസങ്ങളും നമുക്ക് പഠിക്കാം. അപ്പോൾ 11 രസങ്ങളും അതിൻ്റെ സ്ഥായീഭാവങ്ങളും മനസ്സിലാക്കി പഠിക്കുക.
ഫസ്റ്റ് ശൃംഗാർ. ശൃംഗാര രസത്തിൻ്റെ സ്ഥായിഭാവം രതിയാണ്. കരുൺ ശോക്, രൗദ്ര ക്രോധ്, ഹാസ്യ ഹാസ്, വീർ ഉത്സാഹ്, ശാന്ത് നിർവേദ്, ഭയാനക് ഭയ്, ബീഭത്സ് ജുഗുപ്സ, അദ്ഭുത് വിസ്മയ്, വാത്സല്യ രതി യാ വാത്സല്യ, ഭക്തി ഭഗവത് വിഷേക് അല്ലെങ്കിൽ ഭക്തി തന്നെയാണ് ഭക്തിരസത്തിൻ്റെ സ്ഥായിഭാവമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ശൃംഗാര രതി, കരുൺ ശോക, രൗദ്ര ക്രോധ, ഹാസ്യ ഹാസ്, വീർ ഉത്സാഹ്, ശാന്ത് നിർവേദ്, ഭയാനക് ഭയ്, ബീഭത്സ് ജുഗുപ്സ, അദ്ഭുത വിസ്മയ്, വാത്സല്യ വാത്സല്യ, ഭക്തി ഭക്തി. ഇങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബീഭത്സിൻ്റേതാണോ നിർവേദിൻ്റെ ആണോ എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു സ്ഥായിഭാവം തന്നിട്ട് രസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രസം തന്നിട്ട് സ്ഥായിഭാവവും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 8 രസങ്ങൾ ഭരതമുനി പറഞ്ഞു. സാമാന്യം എന്താണ് 9 രസങ്ങളാണ്. 11 രസങ്ങളുണ്ട്. ശാന്തരസം 9ാമത്തെ രസത്തിൻ്റെ രൂപത്തിൽ സ്വീകരിച്ചു. അങ്ങനെയാണ് നവരസമായത്. നവരസങ്ങൾ പഠിക്കുക. 11 രസം ഏതൊക്കെയാണ്? 11ാമത് വന്നത്, 10ാമത് വാത്സല്യരസം, 11 ഭക്തിരസം. അങ്ങനെയാണ് 11 ആയതെന്നും മനസ്സിലാക്കി വെക്കുക. പിന്നെ സ്ഥായിഭാവങ്ങളും മനസ്സിലാക്കി വെക്കുക. ഭരതമുനി, നാട്യശാസ്ത്രം അതൊക്കെ പഠിക്കുക കേട്ടോ. ആ ഒരു പങ്ക്തി കൂടി പഠിക്കുക. ഏത്? വിഭാവാനുഭാവ, വ്യഭിചാരി, സംയോഗാദരസ്, നിഷ്പത്തി. പിന്നെ വാമൻ പറഞ്ഞിട്ടുണ്ട് രീതിരാത്മാ കാവ്യസ്. കാവ്യത്തിൻ്റെ ആത്മാ എന്ന് പറയുന്നത് രീതിയെ മാനിച്ചത് വാമനനാണ് എന്നും പഠിച്ചു വെക്കുക. അപ്പോൾ രസം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.